നമുക്കൊപ്പം ചേരുന്നത് രാഹുൽ ഈശ്വരാണ്. രാഹുൽ, പലപ്പോഴും വാദിക്കുന്ന പക്ഷം എന്ന് പറയുന്നത് അത്, അല്ലെങ്കിൽ എല്ലായ്പ്പോഴും വാദിക്കുന്ന പക്ഷം എന്ന് പറയുന്നത് അത് പുരുഷന്മാർക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളതാണ്. പലതും കള്ളപ്പരാതികളാണ്, പലതും അവസരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന പരാതികളാണ്, സ്വാധീനമുള്ളവരെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പരാതികളാണ് എന്ന് പറയുന്നു. പക്ഷേ രാഹുൽ, ഇത് എത്ര പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിരിക്കുന്നതെന്ന് എനിക്ക് രാഹുൽ ഈശ്വരനോട് പറയാൻ പോലും കഴിയുന്നില്ല. കാരണം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പോലും പുതിയ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു, പുതിയ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ചാനൽ ചർച്ചയിലിരുന്ന് വെളിപ്പെടുത്തൽ നടത്തുന്നവരോട് പോലും അപ്പോഴും ഫോൺ കോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് പ്രേക്ഷകർ കേട്ടത് 1 മണിക്കൂറായിട്ടേ ഉള്ളൂ. രാഹുൽ, ഇപ്പോഴും ഏത് ഭാഗത്തിന് വേണ്ടിയാണ് പറയുന്നത്? ഒരു ഭാഗത്തിന് വേണ്ടിയേ ഉള്ളൂ. അത് തെളിവിന്റെ ഭാഗമാണ്. ഇതിൽ ഒരു പൊസിഷനെ എല്ലാവർക്കും ഉണ്ടാകാവൂ. അത് തെളിവ് ചോദിക്കുന്നത് സ്ത്രീ വിരോധമാകില്ല. തെളിവ് ചോദിക്കുന്നത് സത്യത്തിന് വേണ്ടിയിട്ടാണ്. ആർക്കെതിരെയും പരാതിയും ആരോപണം ഉന്നയിക്കാം. അതിലെ തെളിവ് എന്താണ്, വസ്തുത എന്താണ്, സത്യം എന്താണ് എന്ന് നമ്മൾ അറിയണ്ടേ? ആ സത്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി തീർച്ചയായും കേസെടുത്തോളൂ. മുഖ്യധാരാ മാധ്യമങ്ങളെ പോലെ ഞാനും ധർമ്മസ്ഥലയിൽ എത്രയോ വലിയ വീഡിയോകൾ ചെയ്തു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കൊലപാതക പരമ്പരയാണെന്ന് പറഞ്ഞു. ഒരു പെൺകുട്ടിയുടെ ശവശരീരം പോലും ഇവിടെ നിന്ന് കിട്ടിയില്ല. നമുക്കെല്ലാം നമ്മുടെ വാക്ക് മാറ്റേണ്ടിയും നിലപാട് മാറ്റേണ്ടിയും വന്നില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എത്ര പരാതിയും വന്നോട്ടെ, ശ്രീ രാഹുൽ മാങ്കൂട്ടമാകട്ടെ, ശ്രീ മുകേഷ് ആകട്ടെ, ശ്രീ സുരേഷ് ഗോപിക്കെതിരെയുള്ള അന്യായമായി തോളിൽ കൈവച്ചു എന്നുള്ള പരാതിയാകട്ടെ, പാർട്ടിയല്ല, ആണും പെണ്ണുമല്ല, സത്യമാണ് പ്രധാനം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള തെളിവ് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയോട് ടെലിഗ്രാമിൽ മോശമായി സംസാരിച്ചു, പഞ്ചാര അടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ പഞ്ചാര അടിച്ചതാണ് അശ്ലീല സംഭാഷണം, അത്രയും ഉള്ളൂ. ഒരു പെൺകുട്ടിയുടേതായി പറയപ്പെടുന്ന അവർ തമ്മിലുള്ള പേഴ്സണൽ ഇൻറ്റിമസിയും കാര്യങ്ങളും ഒക്കെ പല ചാനലുകളും പുറത്തുവിട്ടിട്ടുണ്ട്. ഇവർ തമ്മിൽ ഫിസിക്കൽ ഇൻറ്റിമസി ഉണ്ടായിരുന്നു. രാഹുലിന് പ്രായം 18 കഴിഞ്ഞു, ആ പെൺകുട്ടിക്കും പ്രായം 18 കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയി. ഇവർ ഗർഭചിത്രം നടത്താനുള്ള കാര്യങ്ങൾ നോക്കുന്നു എന്ന് പറഞ്ഞു. ഇവരുടെ ഇമോഷണലി ഇന്റലിജന്റ് അല്ല, റിലേഷൻഷിപ്പ് ഇന്റലിജന്റ് അല്ല എന്ന് പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ സ്ത്രീയെ റേപ്പ് ചെയ്തോ, കടന്നു പിടിച്ചോ? പരസ്പര സമ്മതപ്രകാരമുള്ള അവരുടെ ലൈംഗിക ബന്ധം കൊണ്ട് ആ പെൺകുട്ടി പ്രഗ്നന്റ് ആയത് ഒരു ക്രിമിനൽ കുറ്റമല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ധാർമ്മികമായി കല്യാണം കഴിക്കുന്നതിന് മുമ്പേ സദാചാര ആംഗളയായി നിന്ന് പെരുമാറാം. ഞങ്ങൾ ഹിന്ദു വലതുപക്ഷത്തെ ആൾക്കാർ ചെയ്യുന്നത് പോലെ സദാചാരവാദം ഉയർത്താം, സദാചാരത്തിനെതിരാണെന്ന് പറയാം, പ്രീമാരിറ്റൽ സെക്സ് തെറ്റാന്ന് പറയാം. അതല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വാദം. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എത്ര പരാതി വരുന്നു എന്നുള്ളതല്ല, എന്ത് തെളിവുണ്ട് എന്നുള്ളതാണ് പ്രധാനം. 2, തെളിവുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് പോലീസ് കേസ്. രാഹുൽ, ഇതിനകത്തെ വിഷയം ഈ പരാതികളൊക്കെ സ്വാഭാവികമല്ലേ? ഇത് പ്രീമാരിറ്റൽ സെക്സ് അതടക്കം സ്വാഭാവികമല്ലേ എന്നാണോ പറയുന്നത്? ഈ പരാതികളൊക്കെ വ്യാജമാണെന്നാണോ പറയുന്നത്? അതോ ഇതിനൊക്കെ തെളിവ് എവിടെ എന്നാണോ പറയുന്നത്? രാഹുൽ, 3 ചോദ്യമാണ്. എനിക്ക് രാഹുൽ എടുക്കുക ആ സ്റ്റാൻഡിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. തെളിവെവിടെ? അത് കോടതി തീരുമാനിക്കണ്ടേ? തെളിവെവിടെ? ഇല്ലെങ്കിൽ എത്ര പേർക്കെതിരെ പരാതി വന്നു? സിദ്ദിഖ് സാറിനെതിരെയുള്ള പരാതി എന്തായി? എൽദോസിനെതിരെയുള്ള പരാതി എന്തായി? ഉമ്മൻചാണ്ടി സാറിനെതിരെയുള്ള പരാതി എന്തായി? ഇതിനേക്കാൾ വലിയ ആരോപണങ്ങളല്ലേ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് സരിത ഉന്നയിച്ചത്? അച്ഛൻ എന്ന് വിളിക്കുന്ന ആൾ എന്നെ കൊണ്ട് ചില കാര്യങ്ങൾ ക്ലിഫോസ് ഇരുന്ന് ചെയ്യിപ്പിച്ചു എന്ന് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഫ്രണ്ട് പേജിൽ വെണ്ടയ്ക്ക വാർത്തകൾ വന്നില്ലേ? സരിതയുടെ പരാതി മുഴുവൻ കള്ളവും തെളിഞ്ഞില്ലേ? ഒറ്റ സെക്കൻഡ് രാഹുൽ, ഞാൻ തിരികെ വരാം.